ഹലോ എവറി വൺ, വെൽക്കം ടു ജമ മലയാളി. അപ്പോൾ നമ്മൾ ഇന്നൊരു മൂവിക്ക് പോവാണ് കേട്ടോ. ഏതാ മൂവി എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആവേശം കാണാനാണ് നമ്മൾ പോകുന്നത്. കുറേ നല്ല നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വീക്കെൻഡ് ആവേശം കാണാനായിട്ട് പോകാമെന്ന്. അപ്പോൾ പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, സ്നേഹ ചേച്ചി ഉണ്ട് എൻ്റെ ഒപ്പം, ആൻഡ് അഞ്ജു ഉണ്ട് എൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടാണ് മൂവിക്ക് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇംഗോൾസ്റ്റാറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മൂവിക്ക് പോകുന്നത്. മ്യൂണിക്കിലാണ് കേട്ടോ മൂവി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ? വെൽക്കം ടു ജമ മലയാളി. MALLU 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 MALLU. അപ്പോൾ ഇംഗോൾസ്റ്റാറ്റിൽ നിന്ന് നമ്മൾ രാവിലെ തന്നെ മ്യൂണിക്കിലേക്ക് പോയിട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഈ മഞ്ഞ പൂക്കൾ കാണുന്നുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലേ, അതുപോലെ തന്നെ ഒരു കുക്കിംഗ് ഓയിലാണ് റാപ്സ് ഓയിൽ. അപ്പോൾ അതിൻ്റെ ഫ്ലവറാണ് ഈ മഞ്ഞ പൂക്കൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടൈമിലായിരിക്കും അതിൻ്റെ കൾട്ടിവേഷൻ, കാരണം ഒരുപാട് അതിൻ്റെ പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പോണ വഴിക്ക്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മ്യൂണിക്കിലേക്ക് പോകുന്നത്. കയറി അപ്പം തുടങ്ങിയതാണ് കേട്ടോ. ഞാനും അഞ്ചും സ്നേഹ ചേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഥകൾ നമ്മളിരുന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് റോയറ്റ്ലിംഗിലെ കഥയും ഇവർക്ക് ഇംഗോൾസ്റ്റാറ്റിലെ കഥയും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലത്തെ കഥയും അങ്ങനെ എല്ലാം കൂടി നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് കുറേ തമാശകളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി കേട്ടോ മ്യൂണിക്ക്. 1 hour ട്രാവലാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തി. അപ്പോൾ മ്യൂണിക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരൊറ്റ S-Bahn എടുത്താൽ മതി. എനിക്ക് അറിഞ്ഞൂടെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേഷനിലായാലും മ്യൂണിക് സിറ്റിയിലായാലും നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി മ്യൂണിക് സിറ്റി അത്യാവശ്യം ആളും എനിക്കുമുള്ളതാണ്. അങ്ങനെ നമ്മൾ മ്യൂണിക്കിലെത്തി, നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ചെറിയ തോതിൽ വിശക്കുന്നുണ്ടായിരുന്നു. കാരണം രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾക്ക് ഷോ വന്നിട്ട് 11:40 അപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്കായിട്ട് മേടിക്കാമെന്ന്. അപ്പം നമ്മളൊക്കെ എസ്കലേറ്ററിൽ വന്നപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ഗേൾ കണ്ടോ, സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് താഴെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെക്ഡിയിലാണ്, അവിടെ സ്റ്റേഷനിൽ തന്നെ മെക്ഡി ഉണ്ട്. അവിടെ കയറിയിട്ട് നഗറ്റ്സിൻ്റെ ഒരു ബോക്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു മെക്ഡിയിൽ അത് ഓർഡർ ചെയ്തത് കിട്ടാനായിട്ട്. നമ്മൾ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ബില്ലിലൊരു നമ്പർ ഉണ്ടാവും, ഓർഡർ നമ്പർ. ആ ഓർഡർ നമ്പർ ഇവിടെ ഇങ്ങനെ ഗ്രീൻ കളറിൽ കാണുമ്പോഴാണ് നമ്മുടെ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മളുടെ 126 എന്നുള്ള ഓർഡർ നമ്പർ ഇവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ചു ഡയറക്റ്റായിട്ട് പോയിട്ട് അത് മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ S-Bahnൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് S-Bahn എടുക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 1 minute വാക്കുള്ളൂ കേട്ടോ നമ്മുടെ തിയേറ്ററിലേക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മുടെ സിനിമ തിയേറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മൂവി കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ക്ലൈമറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സമ്മറായൊക്കെ വന്നതായിരുന്നു, ഇപ്പോൾ വീണ്ടും വിൻ്ററായിട്ടുണ്ട്. നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് കോട്ട് ഇടേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ ഇപ്പോൾ വീണ്ടും തണുപ്പായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. തണുപ്പ് ഇൻ ദ സെൻസ് വെളിച്ചമുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം നല്ല തണുപ്പുണ്ട് ആൻഡ് മഴയുണ്ട്. നമ്മൾ മ്യൂണിക്കിലുള്ള സിനിമാക്സ് എന്ന് പറഞ്ഞ തിയേറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ നാട്ടിലെ ഇനോക്സ് PVR ഒക്കെ പോലെ, അതായത് ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കുഞ്ഞു റൂംസിൽ ഇങ്ങനെ നമുക്ക് ഷോസ് ഉണ്ടാവില്ലേ, ആ ഒരു ഐറ്റമാണ് കേട്ടോ ഈ സിനിമാക്സും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 11:40 ഷോ ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ടിക്കറ്റ് റേറ്റ് ഏകദേശം വന്നത് around 16 euros ആയിരുന്നു. സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് ഇച്ചിരി കൂടി കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൂവി കാണാനായിട്ട് വരുന്നത്. ഞാൻ മ്യൂണിക്കിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു തിയേറ്ററിലാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടത്. ആൻഡ് ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ആകെ 2 മൂവീസാണ് ജർമ്മനിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരെണ്ണം മഞ്ഞുമലും ഒരെണ്ണം ഇതുമാണ്. ആൻഡ് ഈ 2 മൂവീസും കിടുക്കനായിരുന്നു. അപ്പോൾ നമ്മളുണ്ടല്ലോ മൂവി കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി. എൻ്റെ മോനെ അടിപൊളി പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, അഞ്ജു എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി പടമായിരുന്നില്ലേ സ്നേഹ ചേച്ചി? നല്ല പടം, അടിപൊളിയല്ലേ? സ്നേഹ ചേച്ചി ഈ അടുത്ത് ഞങ്ങളുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. ഇത്രയും മാത്രം മലയാളം പടങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടുണ്ടാവുക അല്ലേ? അതിന് മുന്നേ ആള് വല്ല ഇംഗ്ലീഷ് പടവും അല്ലെങ്കിൽ വല്ല ഹിന്ദി പടം കണ്ടുകൊണ്ടിരുന്ന ആളെ മലയാളം പടങ്ങൾക്ക് ഇവരൊരുമിച്ച് ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവരൊരുമിച്ച് ഏത് പടം? മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ ഉണ്ടായി. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ മൂവി ഇവർ പോയി കണ്ടു. മഞ്ഞുമൽ ബോയ്സ് ഞാനും എല്ലാവരും കൂടിയാണ് പോയത്. ഇതിന് ഞങ്ങൾ 3 പേരും കൂടി വന്നത്. ഇതുണ്ടല്ലോ ഞങ്ങൾ ചിരിച്ചിരിച്ച് ആ തിയേറ്ററിലുള്ള ഒരു മനുഷ്യർ മനസ്സമാധാനം കൊടുത്തിട്ടില്ല. ഏട്ടാ മോനെ, അതെ ആദ്യമൊക്കെ ഇവിടെ എല്ലാവരും എയർ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ.
മൂവി തുടങ്ങിയപ്പോഴൊക്കെ നമ്മൾ മാത്രം സംസാരിക്കുക, വേറെ ആരും സംസാരിക്കാനില്ല. പക്ഷെ അവസാനമൊക്കെ ആയപ്പോൾ എല്ലാവരും സംസാരിച്ച് തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല മൂവി. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സോങ് കൊണ്ട് നമ്മൾ ഡാൻസ് കളിക്കുകയും പിന്നെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ മന്തി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് മന്തിയുടെ. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അല്ലച്ചാൽ ഇത് ആ മന്തി പറയുന്നത് ഞാൻ പുതിയ സിറ്റിയിലത്തെയാണ് കേട്ടോ, സ്റ്റുട്ട്ഗാർട്ടിൻ്റെ അടുത്തുള്ളിടത്താണ് ആ മന്തി. ഇത് മ്യൂണിക്കിലെ മന്തി, നല്ല ടേസ്റ്റിയാണ്. സോ നമുക്കത് പോയി കഴിക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ എസ്പാനൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മന്തി ഷോപ്പിലേക്ക് പോയത്. നമ്മൾ ഓർഡർ ചെയ്തത് 2 മന്തിയായിരുന്നു 3 പേർക്ക് കൂടിയിട്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ 2 മന്തിയാണ് ഓർഡർ ചെയ്തത്. ഒന്ന് വന്നിട്ട് ലാം മന്തി ആയിരുന്നു, രണ്ടാമത്തെ വന്നിട്ട് ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ മന്തി തന്നെയാണ്. എന്താണാവോ, എത്ര മന്തി ജർമ്മനിയിൽ നിന്ന് കഴിച്ചിട്ടും നമ്മുടെ നാട്ടിലെ മന്തി തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് എപ്പോഴും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ആ ടേസ്റ്റ്, എനിക്ക് ആ മയോണൈസിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമ്മളിവിടെ കിട്ടിയത് വെച്ച് ആഹ്ലാദിച്ച് നമ്മളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നല്ല രീതിക്ക് നിറഞ്ഞു കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ആൻഡ് ഭയങ്കര സമാധാനത്തിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് മൊത്തം ഫുള്ളാക്കിയിട്ട് പഞ്ചിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിനി എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകാനാണ് പ്ലാൻ. ഞാൻ അറിഞ്ഞൂടാ, മടി പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഷോപ്പിങ്ങിനൊന്നും പോകാണ്ട് നേരെ വീട്ടിൽ കയറി പോകാനും ചാൻസ് ഉണ്ട്. അതോടുകൂടി സ്നേഹം ചേച്ചി നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി നോക്കട്ടെ. പ്രിമാർക്ക് കിട്ടുകയാണെങ്കിൽ പ്രിമാർക്ക് ഒന്ന് കയറി നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയായി, എല്ലാവർക്കും നല്ല മടിയായി. അപ്പം നമ്മൾ എല്ലാവർക്കും പറഞ്ഞാൽ എനിക്ക് അഞ്ചുവിനും പ്രിമാർക്കിലാണോ ചേച്ചിക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ? മഴ ഈ തണുപ്പത്ത് പാർക്കില് അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാന്നാണ് വിചാരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് അവിടെ കിടന്ന് ചിൽ ചെയ്യാം. ഐ മീൻ അവിടെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞ് ചിൽ ചെയ്യാം, അങ്ങനെ വിചാരിക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി ഹോപ്പ് ബാനോഫിൽ പോയിട്ട് ട്രെയിൻ പിടിച്ച് നമ്മൾ വീട്ടിൽ പോകണം. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഇവരെ കണ്ടത്. ഇവർ ശരിക്കും ബ്രൈഡ് മെയ്ഡ്സ് ആണ്. ഇവർ നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇങ്ങനെ നടക്കുക സിറ്റി സെൻറ്ററിലൂടെയും. അതുപോലെ തന്നെ അവർക്ക് എവിടേക്കാണോ പോകേണ്ടത് ആ വഴി മൊത്തം അവരിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്തിട്ടാണ് നടക്കുക. അപ്പോൾ നമ്മൾ അവരെ പറ്റിയൊക്കെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ എസ്ബാൻ പിടിച്ച് വീണ്ടും സെൻട്രൽ സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടുന്ന് നമുക്ക് RE1 എന്നുള്ള ട്രെയിൻ എടുത്തിട്ടാണ് കേട്ടോ ഇംഗോൾസ്റ്റാറ്റിലെ മെയിൻ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ നല്ല തിരക്കുള്ള ടൈമാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴായാലും ശരി സീറ്റ്സൊക്കെ കിട്ടി. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ട്രാവൽ ചെയ്തത്. നമ്മളിപ്പോൾ ഇംഗോൾസ്റ്റാറ്റ് എത്തിയിട്ടോ. ഇപ്പോൾ നമ്മൾ ഇനി ഒരു ഷോപ്പിങ്ങിന് പോവാണ്. ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് വേണമെങ്കിൽ പറയാം. അതിന് വേണ്ടി പോവാണ്. കൗഫ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് പോകണത്. ഇവിടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പാണ് കൗഫ്ലാൻഡ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് നമ്മൾ. അപ്പോൾ അതാ നമ്മൾ കൗഫ്ലാൻഡിൽ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇവിടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റേഷനിൽ വന്ന് കാത്തിക്കാണ്. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി. വലിയ പ്രത്യേകിച്ച് ഭയങ്കരമായ കാര്യങ്ങളുള്ള വീഡിയോ ഒന്നുമല്ല, പക്ഷേ കുറച്ച് എന്താ പറയുക, നമ്മുടെ കുറച്ച് അടിച്ചുപൊളിയും കാര്യങ്ങളുമാണ്. അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ.